ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഐതിഹാസികമായ വിജയം സ്വന്തമാക്കി സൗത്ത് ആഫ്രിക്ക ശോഭിച്ചപ്പോൾ അവർ മുന്നിൽ നിന്നും ബാറ്റ് കൊണ്ട് നയിച്ചത് ആ താരമാണ് ഐറ്റൻ മാർക്കം എന്ന അവരുടെ ഓപ്പണിംഗ് ബാറ്റർ. എ സെഞ്ചുറി ഓഫ് ദ ഹയസ്റ്റ് ക്ലാസ് ഫ്രം ഐറ്റൻ മാർക്കം. Composed under pressure, fearless in execution, what a time for a knock for on the ages. The phenomenal player rising to the occasion when it matters most. Take a Bob Markram, pure brilliance. ആദ്യ ഇന്നിംഗ്സിൽ 0-ആയി മടങ്ങിയ മാർക്കം മൈറ്റി ഓസ്ട്രേലിയയെ അങ്ങ് തകർത്ത് വിടുകയായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ. Aiden Markram becomes the first batter in this century to score 100 against Australia in a ICC final. 1975 ക്ലൈവ് ലോയിഡിന് ശേഷം 96 അരവിന്ദ ഡിസിൽവയ്ക്ക് ശേഷം മാർക്കമിന്റെ ഓസീസിന്റെ തലയെടുത്ത സെഞ്ചുറി. 5 വിക്കറ്റുകൾക്കാണ് സൗത്ത് ആഫ്രിക്ക മാർക്കമിന്റെ ചിറകിലേറി ഓസ്ട്രേലിയയെ തകർത്തത്. രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസ് ഉയർത്തിയ ഭേദപ്പെട്ട സ്കോർ പിന്തുടർന്ന് സൗത്ത് ആഫ്രിക്ക നാലാം ദിനം ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മത്സരം അങ്ങ് തീർക്കുകയായിരുന്നു. കിരീടം കയ്യിൽ ഒതുക്കുകയായിരുന്നു. 27 വർഷത്തിനിടെ അവരുടെ ആദ്യത്തെ ICC ട്രോഫിയാണ് ഇപ്പോൾ അവർ നേടിയിരിക്കുന്നത്. അതായത് ഈ നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ കിരീട വിജയമാണ് അവർക്ക് ക്രിക്കറ്റിൽ. നായകൻ ടെമ്പ ബാവുമയുടെ നേതൃത്വത്തിൽ എത്തിയ സൗത്ത് ആഫ്രിക്കൻ ടീമിന് ഇത് അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ ശ്രമങ്ങൾക്കും കൂടി ലഭിച്ച അംഗീകാരമാണ് എന്ന് പറയാം. മത്സരത്തിന്റെ നാലാം ഇന്നിംഗ്സിൽ ട്രിക്കി സാഹചര്യത്തിൽ ഈ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി ഐറ്റൻ മാർക്കമാണ് മത്സരത്തിലെ അവരുടെ വിജയശില്പിയായത്. മാച്ച് പുരസ്കാരവും അദ്ദേഹത്തിന് തന്നെയാണ്. നിർണായകമായ രണ്ടാം ഇന്നിംഗ്സിൽ 207 പന്തുകളിൽ നിന്നായി അദ്ദേഹം സ്വന്തമാക്കിയത് 136 റൺസാണ്. മൂന്നാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ബാവുമയുമായി ചേർന്നുകൊണ്ട് പടുത്തുയർത്തിയ ആ ഒരു പാർട്ണർഷിപ്പാണ് സൗത്ത് ആഫ്രിക്കയെ ഈ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതും കിരീട വിജയത്തിലേക്ക് നയിച്ചതും. ആദ്യ ഇന്നിംഗ്സിൽ നമുക്കറിയാം ഡക്ക് ആയി പവലിയനിലേക്ക് മടങ്ങേണ്ട ദുര്യോഗമായിരുന്നു മാർക്കമിനുണ്ടായിരുന്നത്. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ തകർത്തടിക്കുകയായിരുന്നു അദ്ദേഹം. മത്സരശേഷം എയ്ഡൻ മാർക്കത്തെ കുറിച്ച് മുമ്പൊരിക്കൽ വിരാട് കോഹ്ലി പങ്കുവച്ച ഒരു പഴയ പോസ്റ്റും ചർച്ചയാവുകയുണ്ടായി. 7 വർഷം മുമ്പ് 2018 ഓസ്ട്രേലിയക്കെതിരെ നടന്ന സൗത്ത് ആഫ്രിക്കയിലെ ടെസ്റ്റ് മത്സരത്തിൽ അന്ന് തകർപ്പൻ പ്രകടനമായിരുന്നു മാർക്കം കാഴ്ചവെച്ചത്. ആ മത്സരത്തിലും രണ്ടാം ഇന്നിംഗ്സിൽ ഇതേപോലെ മാർക്കം ഒരു വെടിക്കെട്ട് സെഞ്ചുറി പ്രകടനം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് വിരാട് കോഹ്ലി രംഗത്തെത്തിയിരുന്നു. തന്റെ എക്സ് അക്കൗണ്ടിലൂടെ അദ്ദേഹം വിരാട് കോഹ്ലി ആ സമയത്ത് മാർക്കമിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. എയ്ഡൻ മാർക്കം ഈസ് എ ഡിലൈറ്റ് ടു വാച്ച് എന്നാണ് അന്ന് മാർക്കമിന്റെ പ്രകടനത്തെ കുറിച്ച് ശ്ലാഘിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് വിരാട് കോഹ്ലി 2018 എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഈ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ആരാധകർ വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നത്. യെസ്, ശരിയാണ്, മാർക്കം ഈസ് എ ഡിലൈറ്റ് ടു വാച്ച് തന്നെയാണ്. ഇക്കഴിഞ്ഞ IPLകളിലും അന്താരാഷ്ട്ര ക്രിക്കറ്റുമെല്ലാം നമ്മൾ അത് പല കുറി കണ്ടിട്ടുണ്ട്. അതിനൊപ്പം സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അദ്ദേഹം. അടുത്ത ക്യാപ്റ്റൻ ആവാൻ ഏറ്റവും യോഗ്യതയുള്ള താരമാണ് മാർക്കം. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്ഥിരതയോടെ ബാറ്റ് ചെയ്യുന്ന താരമാണ് അദ്ദേഹം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നമുക്കറിയാം IPL 2023 പുതിയ ക്യാപ്റ്റനായി മാർക്കമിനെ അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചുകൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് അന്ന് ഞെട്ടിച്ചിരുന്നു ക്രിക്കറ്റ് ലോകത്തെ. 2023 കെയ്ൻ വില്യംസിന് പകരക്കാരനായിട്ടായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ഈ സൗത്ത് ആഫ്രിക്കൻ യുവതാരമായ എയ്ഡൻ മാർക്കമിനെ അന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് അവരുടെ പുതിയ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത്. പ്രഥമ സൗത്ത് ആഫ്രിക്കൻ ലീഗിൽ സൺറൈസേഴ്സിന്റെ ടീമായ സൺറൈസേഴ്സ് ഈസ്റ്റേൺ കേപ്പിനെ ആ സമയത്ത് നയിച്ചത് മാർക്കമാണ്. അതായത് ക്യാപ്റ്റൻസി മികവും അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. അന്ന് ഫൈനലിൽ പ്രിറ്റോറിയ ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് ഈസ്റ്റേൺ കേപ്പ് കിരീടം നേടുകയും ചെയ്തു. അത് പരിഗണിച്ചുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കൻ ഓപ്പണറെ SRH എന്ന് ക്യാപ്റ്റനാക്കിയത്. മാർക്കമിനെ കുറിച്ചാണെങ്കിൽ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയെ അണ്ടർ 19 തലത്തിലും സീനിയർ തലത്തിലും ബാവുമയുടെയും അതുപോലെ ഡ്യൂപ്ലസിയുടെയും ഒക്കെ അഭാവത്തിൽ നയിച്ച താരമാണ്, ക്യാപ്റ്റനായ താരമാണ്. എബി ഡിവിലിയേഴ്സ് പരിക്കേറ്റപ്പോൾ ടീമിൽ ഇടം ലഭിച്ച എയ്ഡൻ മാർക്കം ഇന്ത്യക്കെതിരെയുള്ള പരമ്പരയിൽ മുമ്പൊരിക്കൽ സൗത്ത് ആഫ്രിക്കയെ നയിച്ചിരുന്നു. ഫാഫ് ഡ്യൂപ്ലസി പരിക്കേറ്റ് പുറത്തായ ശേഷമാണ് അദ്ദേഹത്തിന് ആ സമയത്ത് നായക സ്ഥാനം ലഭിച്ചത്. അപ്പോൾ ഭാവിയിലേക്ക് ഒരു കാൽവെപ്പ് കൂടിയാണ് ഈ തീരുമാനമെന്നാണ് സൗത്ത് ആഫ്രിക്കൻ സെലക്ടർമാർ അന്ന് അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കാനുള്ള ഈ തീരുമാനത്തെ കുറിച്ച് പറഞ്ഞത്. അന്ന് അദ്ദേഹം നായകനാകുമ്പോൾ അതുവരെ വെറും 2 ഏകദിനങ്ങൾ മാത്രമായിരുന്നു മാർക്കം സൗത്ത് ആഫ്രിക്കയ്ക്കായി മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 2014 സൗത്ത് ആഫ്രിക്കയുടെ അണ്ടർ 19 ലോകകപ്പ് ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാനുള്ള ഭാഗ്യം മാർക്കം ലഭിച്ചിട്ടുണ്ട്. മുമ്പ് നമുക്കറിയാം ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് T20 ലോകകപ്പിൽ രോഹിത്തിനും സംഘത്തിനും മുന്നിൽ തല കുനിക്കേണ്ടി വന്ന സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. അന്ന് നിരാശയോടെ കണ്ണീരണിഞ്ഞു നിന്ന മാർക്കമിനെ നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ക്രിക്കറ്റിന്റെ മെക്കയിൽ ലോർഡ്സിൽ ഒരു വർഷത്തിന് ഇപ്പുറം എയ്ഡൻ മാർക്കം തന്റെ ടീമിനെ വിജയപഥത്തിൽ എത്തിച്ചിരിക്കുകയാണ്. 98 എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ലെഗ് സ്റ്റമ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹേസിൽവുഡിന് ഒരു ഫുൾ ലെങ്ത് പന്ത് വന്നപ്പോൾ വളരെ മനോഹരമായ ഒരു ഫ്ലിക്കിലൂടെ അതിനെ ബൗണ്ടറി കടത്തിക്കൊണ്ട് സെഞ്ചുറിയിലേക്ക് എത്തിയ സമയത്തും അയാൾ അമിത
അമിത ആഘോഷമൊന്നും കാണിച്ചിരുന്നില്ല. ലോർഡ്സിന്റെ ഗ്യാലറിയിൽ ആ സമയത്ത് സൗത്ത് ആഫ്രിക്കൻ ആരാധകർ അടങ്ങാത്ത ആവേശത്തോടെ ഉണ്ടായിരുന്നു. അവരുടെ ബഹളങ്ങൾ ഉണ്ടായിരുന്നു. എതിർനിരയിൽ നിന്നും അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് കയ്യടികൾ ഉയർന്നിരുന്നു. എങ്കിലും ആ സമയത്ത് പോലും, സെഞ്ചുറി അടിച്ച സമയത്ത് പോലും ഒരു ശാന്തത അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. മിച്ചൽ സ്റ്റാർക്കിന്റെ ഇൻസിംഗറിൽ പ്രതിരോധം തകർന്ന് പൂജ്യനായിട്ടായിരുന്നു അദ്ദേഹം ഒന്നാം ഇന്നിംഗ്സിൽ ലോർഡ്സിലെ ഇടനാഴിയിലൂടെ പൂജ്യനായി നടന്നു നീങ്ങിയത്. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ആ പാപക്കറയൊക്കെയും മായ്ക്കുന്ന പ്രകടനവുമായിട്ടാണ് മാർക്രം കളം നിറഞ്ഞത് മാൻ ഓഫ് ദി മാച്ച് ആയത്. ഹേസൽവുഡ്, സ്റ്റാർ, കമ്മിൻസ് ഇവർക്കെതിരെയൊക്കെ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് അടിവരയിടുന്നതാണ്. രണ്ടാം ഇന്നിംഗ്സിൽ അമിത പ്രതിരോധത്തിന് നിൽക്കാതെ കൗണ്ടർ അറ്റാക്കുകളിലൂടെ സ്കോർ ബോർഡ് വേഗത്തിൽ ചലിപ്പിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ എയ്റ്റൻ മാർക്രം. 69 പന്തിലാണ് അദ്ദേഹം അർദ്ധശതകം തികച്ചത്. ഓരോ ഇടവേളകളിൽ അദ്ദേഹം ബൗണ്ടറി അടിച്ചിരുന്നു. മികച്ച ടൈമിംഗ് അദ്ദേഹം പുലർത്തിയിരുന്നു, ക്ലാസ് പുലർത്തിയിരുന്നു. എയ്റ്റൻ മാർക്രം ഇസ് എ ഡിലൈറ്റ് ടു വാച്ച് എന്ന് തന്നെ പറയാം. 4.5 മണിക്കൂർ 159 പന്തുകൾ. ലോർഡ്സിൽ പിറന്ന മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സ് തന്നെയായിരുന്നു മാർക്രമിന്റേത്. ബ്രാഡ് ഹോക്ക് കുറിച്ചതുപോലെ ഓസീസ് തോറ്റത് ഒരേ ഒരു മാർക്രമിനോടാണ്. ഓസ്ട്രേലിയ were marked. What an innings against arguably the best bowling attack in the world. Take a bow, Eiten Markram.